ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കുന്നത് നയൻതാരയുടെ ഒരു സിമ്പിൾ കുർത്ത നെക്ക് ഡിസൈനാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി മോഡലാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 10 ഇഞ്ച് നീളവും 10 ഇഞ്ച് വീതിയുമുള്ള ഒരു ക്യാൻവാസ് എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കണം. അപ്പോൾ സാധാരണ നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചൊക്കെയാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഇത് കുറച്ചൊരു വൈഡായിട്ട് നിൽക്കുന്ന നെക്കാണ്. അതുകൊണ്ട് തന്നെ വിഡ്ത്ത് ഞാനിവിടെ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ലെങ്ത്തും നമ്മളൊരു 4 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് സ്ക്വയറായിട്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മളൊരു ബോക്സാക്കി വരച്ചതിന് ശേഷം ഈ ഒരു കോർണറിൽ 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ 1 ഇഞ്ചിലൂടെ നമുക്ക് ഈ നെക്കിന് ഇതേപോലെ ഒന്ന് റൗണ്ട് ഷേപ്പ് വരച്ച് കൊടുക്കാം. നമുക്കിവിടെ നെക്കിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 6 ഇഞ്ചാണ്. അപ്പോൾ ഒരു 6 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തതിന് ശേഷം നേരത്തെ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ച ആ ഒരു ഭാഗത്ത് ഇതേപോലെ 1 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തിട്ട് ആ 1 ഇഞ്ചിൽ നിന്ന് 6 ഇഞ്ചിലേക്ക് നമ്മൾ ഇതേപോലെ ഒന്ന് ചെരിച്ചിട്ടൊന്ന് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വി ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെ തന്നെ നെക്ക് കട്ട് ചെയ്യാൻ ഇതെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഓവൽ ഷേപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഈ വി ഷേപ്പിന് കവർ ചെയ്തുകൊണ്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഓവൽ ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് വെച്ച ആ ഒരു പോയിന്റിൽ നിന്ന് ഇതേപോലെ 1 ഇഞ്ച് വീതിയിലൊന്ന് ഇതിൻ്റെ ചുറ്റിലും നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ആ പോയിൻറ്റ്സൊക്കെ ഒന്ന് ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നെക്കിൻ്റെ മാർക്കിംഗ് വരുന്നത്. വളരെ എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റിയൊരു നെക്കാണ്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നെക്കിൻ്റെ ഔട്ടർ ലൈന് ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിൻ്റെ ഉൾവശം കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ വരച്ചെടുത്ത ആ ഒരു ഷേപ്പിൽ തന്നെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഈ ഒരു ഓവൽ ഷേപ്പിൽ നമ്മളിവിടെ ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്ക് വരുന്നത്. ഇനി ഇതൊരു ഫാബ്രിക്കിൽ വെച്ചിട്ട് നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു നെക്ക് കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ഫാബ്രിക് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഗ്ലേസിങ് ഉള്ളൊരു വശം ഉണ്ടാവുമല്ലോ, ആ ഒരു വശം ഫാബ്രിക്കിലേക്ക് ചേർത്ത് വെച്ചിട്ട് വേണം ഒന്ന് അയൺ ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ അരികവശത്ത് കൂടെ നമുക്ക് ഈ ഒരു ക്യാൻവാസിനോട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഒരു 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം ബാലൻസ് വരുന്ന പീസ് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി നമ്മൾ ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു പീസ് നമ്മൾ ക്യാൻവാസിനോട് ചേർത്തിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ ക്യാൻവാസിനോട് ചേർത്ത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ ക്യാൻവാസിനോട് ചേർത്ത് അരികവശം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്കിൻ്റെ ഉൾവശം നമ്മളിപ്പം കട്ട് ചെയ്തിട്ടില്ല, സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്താണ് കട്ട് ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് കുർത്തിയായിട്ട് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ച കുർത്തയുടെ ഫ്രണ്ട് പാർട്ടാണിത്. അപ്പോൾ ഇത് ലൈനിങ് ജോയിൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ലൈനിങ് മെയിൻ ഫാബ്രിക്കുമായിട്ട് ഇതേപോലെ ഒരുമിച്ച് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും നമ്മൾ ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നെക്കിൻ്റെ സെൻറ്റർ ഒന്ന് നമുക്ക് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഷോൾഡർ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമ്മളൊന്ന് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ക്യാൻവാസ് ഒട്ടിച്ച ഈ ഒരു ഫാബ്രിക്ക് നമ്മൾ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ചെറുതായിട്ട് നോച്ചിട്ടിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് കുർത്തിയായിട്ട് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കുർത്തയുടെ നല്ല വശത്ത് വേണം ഈ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം നല്ല വശത്ത് ഈ ഒരു ഫാബ്രിക്കിൻ്റെ നല്ല വശം ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ മുട്ടുസൂചി വെച്ചിട്ട് പിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ഭാഗം നീങ്ങി പോകാതെക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻറ്ററിലൂടെ ഇതേപോലെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ടൊരു സ്റ്റിച്ച് കൊടുക്കാം. ഇപ്പം ഞാനിതവിടെ സ്ട്രൈറ്റ് ആയിട്ട് ഇതേപോലെ സെൻറ്റർ കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫാബ്രിക് നീങ്ങി പോകുന്ന ഒരു പ്രശ്നമൊന്നും വരില്ല. ഇനി ക്യാൻവാസിനോട് ചേർത്ത് നമ്മൾ ഇതേപോലെ ആ ഒരു നെക്കിൻ്റെ ഷേപ്പിൽ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു പീസ് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ആ ഒരു നെക്കിൻ്റെ ഉൾവശം ഫുള്ളായിട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ നമ്മൾ തയ്യൽ തുമ്പൊക്കെ ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു പീസ് നമ്മൾ ചീത്തവശത്തേക്ക് മറിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റിച്ചിന് കുടുങ്ങാതെ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു പീസ് നമ്മൾ കുർത്തയുടെ ചീത്തവശത്തേക്ക് ഇതേപോലെ ഒന്ന് മറിച്ചെടുക്കുക. അപ്പോൾ മറിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കോണായിട്ട് വരുന്ന ഭാഗം എന്തെങ്കിലും ഒരു ഷാർപ്പായ വസ്തു വെച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് കുത്തിയെടുത്താൽ ആ ഒരു കറക്റ്റ് കോൺ ഷേപ്പ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് കുത്തിയെടുക്കുക. ഇനി ഈ ഒരു നെക്കിൻ്റെ മുകൾ വശത്ത് കൂടെ നമുക്ക് ഇന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ നെക്കിൻ്റെ സ്റ്റിച്ചിങ് കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു പീസ് നമുക്ക് വേണമെങ്കിൽ ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.